ഇപ്പോൾ പുറത്ത് നല്ല ചൂടാണല്ലേ. ഈ ചൂടത്ത് നമ്മളെ റിഫ്രഷ് ആയിരിക്കാനും ഹെൽത്തി ആയിരിക്കാനും പാകത്തുള്ള കുറച്ച് ജ്യൂസുകളായാലോ. അതാണ് ഇന്നത്തെ റെസിപ്പി. കൂടാതെ ഇപ്പം നോമ്പിൻ്റെ സമയമാണ്. അത് കഴിഞ്ഞാലും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഇന്ന് കഴിക്കാൻ പാകത്തുള്ള കുറച്ച് ജ്യൂസുകളുടെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഈ സമയത്ത് നിറയെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. ഒട്ടും തന്നെ ഡീഹൈഡ്രേറ്റഡ് ആവാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. അപ്പോൾ ആദ്യത്തെ ജ്യൂസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നെല്ലിക്ക കൊണ്ടുള്ള ഒരു ജ്യൂസാണ്. നെല്ലിക്കയുടെ ചവർപ്പോ ടേസ്റ്റോ ഒന്നും അറിയില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. അതിനായിട്ട് 4 നെല്ലിക്കയാണ് ഞാനിവിടെ എടുത്തത്. പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, കുറച്ച് പുതിനയില, ഒരുപാട് പുതിനയില ഇടുന്നില്ല. അപ്പൊ ഇനി ഞാനൊരു ബ്ലെൻഡറിലേക്ക് പീസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ആ ഇഞ്ചി കട്ട് ചെയ്തപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഉണ്ടായിരുന്നു, അതും കുറച്ച് പുതിനയില ഒരുപാട് ആവശ്യമില്ല. പിന്നെ നാരങ്ങ നീര് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേണ്ടി വരും. ഇപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂണേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ജ്യൂസിൽ കുറച്ച് ഉപ്പും മധുരവും ഒക്കെ കൂടി നിൽക്കണം, പുളിയൊക്കെ കൂടിയിട്ട്. പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഹണിയാണ് ഉപയോഗിക്കുന്നത്. 2 ടീസ്പൂൺ ഹണിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ട് ഇട്ട് നോക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ച് ഒരിക്കലും അടിക്കരുത്. അപ്പൊ ആ നെല്ലിക്കൊന്നും അടിച്ചു കിട്ടില്ല. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഞാൻ അടിച്ചു വന്നു. ഞാൻ ബാക്കി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മധുരം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത് എഗെയിൻ ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്യാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് സ്ട്രെയിനർ വെച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ സ്ട്രെയിൻ ചെയ്ത് കിട്ടുള്ളൂ. ഇത് നല്ലവണ്ണം ഫുള്ളായിട്ട് ആ നാരങ്ങയും ഇഞ്ചിയും നെല്ലിക്കയൊക്കെ നല്ലവണ്ണം അരിഞ്ഞിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ ഇതിന്റെ ആ ഔഷധം ഫുള്ളായി ഇറങ്ങണം. ഇനി 1 കപ്പ് വെള്ളത്തിനെയും കൂടി ഞാൻ ആ ബ്ലെൻഡറിലേക്ക് തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് സ്ട്രെയിൻ ചെയ്യണം കേട്ടോ. ആ ബ്ലെൻഡറിലുള്ളത് ഫുള്ള് വരാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. ഇനി ഇത് ഫുള്ളായി സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇപ്പം ഇത് കണ്ടോ, ഫുള്ളായിട്ട്. ഇനി അതിൽ ഒരു അംശവും ഇല്ലാതെ അത്രയും നമ്മൾ നല്ലവണ്ണം എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പൊ ഇതിൽ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് പോരായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും, ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഞാൻ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇത് ലൈറ്റ് ആയിട്ട് ഉപ്പും മധുരവും പുളിയൊക്കെ ആയിട്ട് നമ്മുടെ നെല്ലിക്കയുടെ ടേസ്റ്റ് പോലെ തന്നെയാണത്. അപ്പൊ അതിലേക്ക് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നുന്നുണ്ടോ. അത്രയും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്, ഹെൽത്തിയുമാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒരു പച്ചമുളകിനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ടിടാം. അപ്പൊ അതും കൂടി ആവുമ്പോൾ ചെറിയൊരു എരിവും കൂടി ഇതിലേക്ക് ഇറങ്ങും. അപ്പൊ അതും കൂടി അടിപൊളിയാവും. നിങ്ങൾക്ക് കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആവും കേട്ടോ. എന്റെ കയ്യിൽ അതില്ല. അപ്പൊ ഇന്നത്തെ ഡ്രിങ്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും തന്നെയാണ് എന്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുത് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇപ്പോഴത്തെ സീസണ് പറ്റിയൊരു ഡ്രിങ്കാണ്. അപ്പൊ എൻജോയ് ചെയ്യൂ. സർബത്തുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമല്ലേ. ഇതാ വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള സർബത്ത്. ജിഞ്ചറും ലൈമും ഒക്കെ അല്ലേ കുടിച്ചിട്ടുള്ളൂ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ലൊരു കുക്കുംബറൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സർബത്ത്. അപ്പൊ അതിങ്ങനെ നമുക്കൊരു മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഒരു കുക്കുംബറിനെ അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്ന ജിഞ്ചറാണ്. ജിഞ്ചറും 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില, ഒരു ഫ്ലേവറിനാണ് മല്ലിയില ചേർക്കുന്നത്. പിന്നെ ഒരു 2 ലെമണിന്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ള് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മധുരമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. ഒരു 4 മുതൽ 5 ടീസ്പൂൺ വരെ ആവശ്യം വന്നു. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിതിനെ ഒന്ന് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ ഞാനിത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നന്നായി ബ്ലെൻഡായി കിട്ടാൻ എളുപ്പത്തിൽ കിട്ടും. ഇനി 1 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പം ഇതാ നന്നായി ബ്ലെൻഡായി എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിൽ അധികം വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഇഞ്ചിയുടെ കുറച്ചും പിന്നെ നമ്മുടെ മല്ലിയുടെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിനായിട്ട് നമുക്ക്
കുറച്ച് ഞാൻ സബ്ജ സീഡ്സിനെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അതിനെ നമുക്കൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്ജ സീഡ്സിനെ നേരെ ജ്യൂസിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഒരുപോലെ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഇത് മൊജിറ്റോ ആയി കുടിക്കണമെങ്കിൽ ഒരു ഹാഫ് ജ്യൂസും ഹാഫ് നമ്മുടെ സോഡയും കൂടി ഒഴിച്ചാലും മതി. ഇതൊരു അടിപൊളി സമ്മർ സ്പെഷ്യൽ ഡ്രിങ്ക് തന്നെയാണ്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. എന്നാൽ കുക്കുംബറിൻ്റെ ആ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കും. വത്തക്ക, വാട്ടർമെലൺ, തണ്ണിമത്തൻ, പേരെന്തായാലും എന്തായാലേ ടേസ്റ്റിൽ ഇവൻ ഒന്നാമൻ തന്നെയാണ്. അങ്ങനെ ഒരു അടിപൊളി ജ്യൂസും കൂടി ഉണ്ടാക്കാം. ജ്യൂസ് അതിനായിട്ട് നമുക്കൊരു തണ്ണിമത്തൻ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കടകടാന്നിങ്ങോട്ട് ചെറിയ പീസായിട്ട് നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി കട്ട് ചെയ്ത് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ചെറുതായി കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ മധുരം കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനൊരു 6 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പുതിനയിലയാണ് കേട്ടോ. പുതിനയില ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മുറിച്ചിട്ടിടുന്നതേ ഉള്ളൂ. നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലേവറും ടേസ്റ്റും ഈ പുതിനയില കൊടുക്കും. എന്നിട്ട് നന്നായിട്ടൊരു തവി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നന്നായി അടിച്ചു ചേർക്കണം. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു നാരങ്ങയുടെ നീരും കൂടി അങ്ങോട്ട് ചേർത്ത് നന്നായി ഇതിനെ നമുക്ക് തവി വെച്ച് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിലത്തെ ജ്യൂസൊക്കെ നന്നായി ഒന്ന് ഇറങ്ങണം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നാ തണ്ണിമത്തനിട്ട് കടിക്കാനും കിട്ടണം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം ജ്യൂസൊക്കെ ഇറങ്ങാനായിട്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ നമ്മുടെ ആ ജ്യൂസൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാനായിട്ട് ഞാൻ ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണ്. അതിൻ്റെ ഒരു ഹാഫ് ഗ്ലാസ് ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഹാഫ് ഗ്ലാസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് ആ ജ്യൂസിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ ജ്യൂസിനെ സ്ട്രെയിൻ ചെയ്തതിനെയും കൂടി അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിൽ ആ തണ്ണിമത്തന്റെ നല്ല ഫ്ലേവർ ഉണ്ട്, കടിക്കാനുള്ള ഒരു ടേസ്റ്റും കൂടെ ആ പുതിനയുടെ മണവും ലെമണിന്റെ കൂടെ ഒരു സൂപ്പർ ആട്ടോ. ഇനി കുറച്ച് ആ തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചതും കൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇങ്ങനെ ഒന്ന് വാട്ടർമെലൺ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കി നോക്കിയാൽ കടിക്കുകയും ചെയ്യാം, ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത ജ്യൂസ് നമുക്ക് വയറെന്തെങ്കിലും കുറച്ച് ബ്ലോട്ടിംഗ് ആയി തോന്നുകയോ അതല്ലെങ്കിൽ കുറച്ച് റിഫ്രഷിംഗ് ആയിരിക്കണമെന്നോ തോന്നുമ്പോൾ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ജിഞ്ചർ ലൈമൻ ജ്യൂസാണ്. അതിനായിട്ടൊരു 3 ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പുളി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി എടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചറിനെ ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് പുതിനയിലയുടെ ഫ്ലേവർ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലിടാം. ഇനി കുറച്ച് സബ്ജ സീഡ്സിനെ, ബേസിൽ സീഡ്സിനെ എടുത്താൽ വെള്ളത്തിലിട്ട് വയ്ക്കാം. നമുക്കൊരു 10 മിനിറ്റ് ഇതാ ഇട്ട് വെച്ചിട്ടുണ്ട്. അതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഒരു 4 ടീസ്പൂണോളം ഷുഗറാണ് ഞാൻ ഇതിലിട്ടത്. കുറച്ച് ഉപ്പ് ഒരുപാട് വേണ്ട, ഒരു 2 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് ജ്യൂസാണ് ഞാൻ ഏകദേശം ഉണ്ടാക്കുന്നത്. ഇനി ഇതിനെ എല്ലാ ഇൻഗ്രീഡിയൻറ്റിനെയും നമുക്ക് ഒന്നിച്ച് മിക്സിയിലിടാം. മിക്സിയിലിട്ടിട്ട് ഒന്നിച്ച് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും അരയ്ക്കരുത് കേട്ടോ. അങ്ങനെ അരയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഇഞ്ചി ഒന്നും അങ്ങനെ ക്രഷ് ആവാതിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൽ അതിനെ നന്നായി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എസൻസും, അതായത് ഇഞ്ചിയുടെയും പുതിനയുടെയും നാരങ്ങയുടെയും എല്ലാ എസൻസും കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതാ നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എഗെയിൻ ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഹണിയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഹണി ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഇത് റെഡിയായി വരുന്നുണ്ട്. ഞാനൊന്നും കൂടി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചു നോക്കാം. നമ്മുടെ ജ്യൂസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ സ്ട്രെയിൻ ചെയ്യുക വേണ്ടു. അതിനടിയിൽ കുറച്ച് സബ്ജ സീഡ്സിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് എപ്പോഴും ഒഴിക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ തരി കഴിക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഒരു ടേസ്റ്റ് മുഴുവനായിട്ടും നശിപ്പിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് നമുക്ക് നന്നായി ഇതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇത് ഈ നോമ്പ് കാലത്തും അതല്ലാതെ ചൂടുകാലത്തും ദഹന സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലും ഒക്കെ ഈ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. വയറിനൊരു ബ്ലോട്ടിങ്ങോ അതല്ലാതെ നമുക്ക് വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇത് കുറച്ച് പഞ്ചസാരയ്ക്കാനും കുറച്ച് ഉപ്പിട്ട് കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ജ്യൂസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നമ്മുടെ ജ്യൂസിലേക്ക് പോവാം. അതേതാണെന്ന് നമുക്ക് നോക്കുകയും ചെയ്യാം. അടുത്ത ജ്യൂസ് ഓറഞ്ച് കൊണ്ടുള്ളൊരു സ്പെഷ്യൽ ഡ്രിങ്കാണ് കേട്ടോ. ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുണ്ടാക്കിയ ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം.
അതിനായിട്ട് ആദ്യം ഒരു മിക്സഡ് ബ്ലെൻഡറിലേക്ക് 2 ഓറഞ്ച്, നമ്മുടെ അവിടെ സാധാരണയായിട്ട് നിറയെ ഓറഞ്ചുകൾ കിട്ടും. ഓറഞ്ച് ഈ സമയത്ത് കഴിക്കാൻ നല്ലതാണ്. കുറച്ച് പുതിനയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നല്ലോണം ഒരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. കാരണം ഇത് ഒരുപാട് നേരം നമ്മൾ അടിക്കുന്നില്ല, പെട്ടെന്ന് ഇതാക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ഇഞ്ചി ചതച്ചിട്ടാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി, ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങയുടെ കുരു പെടാതിരിക്കാൻ നോക്കണം കേട്ടോ. നാരങ്ങയുടെ കുരു പെട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ തുടങ്ങും നമ്മളുടെ ജ്യൂസ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇതിനെ അടിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് മാത്രം പൾസിൽ ചെയ്യാനേ പാടുള്ളൂ, ഒരുപാട് അടിക്കരുത്. ഇപ്പം ഇതാ അടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരുപാട് നേരം അടിക്കരുത് പറഞ്ഞത്, ഈ ഓറഞ്ചിലുള്ള കുരുവൊക്കെ ചതഞ്ഞു പോയി കഴിഞ്ഞാൽ കഴിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് കുരു കളയാത്ത ഓറഞ്ചായിരുന്നു നമ്മൾ ഉപയോഗിച്ചത്. നിങ്ങൾ കുരു കളഞ്ഞ ഓറഞ്ചാണെങ്കിൽ വേണമെങ്കിൽ 1 മിനിറ്റ് അടിക്കാം കേട്ടോ. ഇപ്പം ഇതാ നല്ലവണ്ണം സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ജ്യൂസിന് മധുരമൊക്കെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് ആ ജ്യൂസിനെ നമുക്ക് ഒന്നും കൂടി ആ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗർ, ഞാനൊരു 4 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക, ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട്. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഇതാ നന്നായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒഴിക്കുക, കുടിക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. നിങ്ങൾക്ക് തണുപ്പ് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അതിൽ ഐസ് ക്യൂബ് ഇടാം. ഇത് ഐസ് ക്യൂബ് ഇല്ലാതെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓറഞ്ച് പഞ്ച് ജ്യൂസ് നിങ്ങളധികം ആരും ട്രൈ ചെയ്യാത്തൊരു സാധനമായിരിക്കും കേട്ടോ. ഗ്രീക്കോ എന്നാണ് ഞാൻ ഇതിനെ പേരിട്ടിരിക്കുന്നത്. ഗ്രീൻ ആപ്പിൾ കഴിച്ചിട്ടുണ്ട്, കുറച്ച് പുളിയും ആയിട്ടുള്ള ഒരു ആപ്പിൾ, അതുകൊണ്ടുള്ള ജ്യൂസ്. അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ടൊരു കുക്കുംബറും പിന്നെ ഒരു ഗ്രീൻ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിനെ നന്നായി കട്ട് ചെയ്തിട്ട് വരാം. തോലൊന്നും കളയണ്ട കേട്ടോ. അപ്പോൾ ഇനി മിക്സിയുടെ ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തോലൊന്നും കളയാതെ ഞാൻ ഒരു കുക്കുംബർ കട്ട് ചെയ്തതും 1/2 പീസ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്തതാണ് കേട്ടോ. 1 കപ്പ് വീതമാണ് 2 ഇട്ടിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു മണത്തിനായിട്ട് ലേശം മല്ലിയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഡ്രിങ്കിന്. കുറച്ച് ഉപ്പ്, ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണ്ടവർക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതലിടാം. ഞാനൊരു ലേശം ഒരു ചെറിയ നാരങ്ങയുടെ നീര് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ആപ്പിളും ചെറിയ പുളിയുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ നാരങ്ങ നീര് നോക്കി ഒഴിക്കുക കേട്ടോ. 1 നാരങ്ങയുടെ നീരാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് അടിച്ചു വന്നതിന് ശേഷം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് ഹണിയാണ് ഉപയോഗിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഹണിയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഉപയോഗിക്കാം. ഞാൻ അധികം പഞ്ചസാര ജ്യൂസുകളിൽ ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. നന്നായി അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ ലെമൺ ജ്യൂസ് കുറവായതുകൊണ്ട് എഗെയിൻ ഞാനൊരു നാരങ്ങയുടെ നീരും കൂടി, ചെറിയ നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് 1 ടേബിൾ സ്പൂണോളം ഹണിയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി അത് നന്നായി മിക്സ് ചെയ്ത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. നന്നായി ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. അതിൽ അത് മുഴുവനായിട്ട് പോകണം, അരിഞ്ഞു കിട്ടണം. ഇപ്പം ഇതാ നന്നായി ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിച്ചെടുക്കാം. കുറച്ച് വലിയ അരിപ്പേ തന്നെ ഇട്ടിട്ട് നന്നായി അരിച്ചെടുക്കണം കേട്ടോ. ഗ്രീൻ ആപ്പിളിൻ്റെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് കുറച്ച് വേസ്റ്റേജ് ഉണ്ടാവും. ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. എന്നാലും ഇതൊരു ചേഞ്ചിനായിട്ട് ഇടയ്ക്ക് നമുക്കൊരു റിഫ്രഷിങ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഇടയ്ക്ക് കുടിക്കുകയും ചെയ്യാം. ഇപ്പം ഇതാ ഫുള്ളായിട്ട് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ ജ്യൂസ് റെഡി. ഇനി ഈ ജ്യൂസിലേക്ക് ഒരു കണ്ടന്റും കൂടി ചേർക്കാൻ കേട്ടോ. ഒരു പച്ചമുളകിനെ ഞാൻ നീളത്തിൽ കീറിയിട്ട് ഇങ്ങനെ എന്നിട്ട് നന്നായി അതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത് അടിക്കരുത് കേട്ടോ ഒരിക്കലും. അപ്പം നമുക്കത് ഭയങ്കര എരിവായി പോകും. ഈ ടേസ്റ്റ് ഒന്നും കിട്ടില്ല, റിഫ്രഷിങ്ങും ആവില്ല. നമുക്കതിനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഐസ് ക്യൂബ് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇടാം കേട്ടോ. ഞാനിതിൽ ഐസ് ക്യൂബ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. നോർമൽ ടെമ്പറേച്ചറിലാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു പച്ചമുളകിന്റെ പീസും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ഡ്രിങ്ക് റെഡി. അപ്പൊ ഇന്നത്തെ ഗ്രീൻ ആപ്പിളിന്റെയും കുക്കുംബറിന്റെയും ഈ റിഫ്രഷിംഗ് ജ്യൂസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.